ശരിക്കും അപ്പൊ നിങ്ങൾക്കാണോ അതോ മറ്റുള്ളവർക്കാണോ ശരിക്കും ഒരു കുട്ടീനെ ആവശ്യം എന്നാണ് കേട്ടോ. കാരണം ഈ കപ്പിൾസ് ഭയങ്കര വെറീഡ് ആയിട്ട് വരും. കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2 മാസം 3 മാസം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ബേബി പ്ലാൻ ചെയ്യുന്നുണ്ട്, കുട്ടി ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരടുത്ത് സംസാരിക്കുമ്പോൾ കൂടുതലും മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവുന്നില്ലേ, ഡിലേ ആക്കണ്ട, മേ ബി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വിശേഷമായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും അവരിവിടെ എത്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആക്ച്വലി ഞാൻ പറയുമ്പോൾ നിങ്ങളിപ്പോ ഒരു 30 ഇയേഴ്സിനൊക്കെ താഴെയുള്ള 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്, നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും 1 വർഷം നിങ്ങൾ ഒരുമിച്ച് നിന്ന് ട്രൈ ചെയ്തിട്ട് കൺസീവ് ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ 30 വയസ്സിനേക്കാൾ കൂടുതലുള്ള ആളുകളാണ്, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം വരെ ഇതുപോലെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നെസസറി ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് നാച്ചുറലി കൺസീവ് ചെയ്യാൻ തന്നെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അസുഖങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു നാച്ചുറൽ കൺസംഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കാം. സോ നമുക്കൊരു കുട്ടിയെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളാണ് അതിന് ഫിസിക്കലി മെന്റലി ഒക്കെ കൂടുതൽ പ്ലാൻ ചെയ്യേണ്ടത്. സോ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്യാതെ